തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. കൃത്യം 11 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പ്രേക്ഷകരെ അറിയിച്ചപ്പോൾ 90 കോടി രൂപയ്ക്ക് മുകളിൽ വെറും 11 ദിവസങ്ങൾ കൊണ്ട് മഞ്ഞുമൽ ബോയ്സ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് നമ്മുടെ എസ്റ്റിമേറ്റ് കളക്ഷൻ ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നത്. 90 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തുന്നതോടെ സിനിമ ഒരു വമ്പൻ നേട്ടം കൂടി ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ മഹാനടൻ മെഗാസ്റ്റാർ ഒക്കെ തന്നെയാണല്ലോ നമ്മുടെ മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ കൂടിയാണ് ഇന്നത്തോടെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മറികടക്കുന്നത്. അത് മറ്റൊന്നും തന്നെയല്ല, ഭീഷ്മപർവം എന്ന സിനിമയാണ്. അമൽ നീരദിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെ എത്തിയ 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ഭീഷ്മപർവം. പോസിറ്റീവ് ലഭ്യമായ സിനിമ ഹെവി കളക്ഷൻ തന്നെയായിരുന്നു അന്ന് നേടിയെടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതേ മമ്മൂട്ടി ചിത്രത്തിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷനാണ് ഇപ്പോഴത്തെ കൃത്യം 2ാം വാർഷിക വേളയിൽ, അതായത് ഇന്ന് മാർച്ച് 3-ാം തീയതി ഭീഷ്മപർവം തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 2 വർഷം തികയുകയാണ്. ഇപ്പോഴത്തെ ആ വേളയിൽ തന്നെയാണ് ഭീഷ്മപർവത്തിന്റെ ഫൈനൽ കളക്ഷൻ മഞ്ഞുമൽ ബോയ്സ് മറികടക്കുന്നത്. അതും ഭീഷ്മയിൽ പ്രധാനപ്പെട്ട 2 റോളുകളിലെത്തിയ നടന്മാരാണ്. സൗബിൻ ആണെങ്കിലും ശ്രീനാഥ് ബാസി ആണെങ്കിലും അവരുടെ ഏറ്റവും പുതിയ സിനിമയാണ് ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് ഭീഷ്മയുടെ ഫൈനൽ കളക്ഷൻ മറികടക്കുന്നത്. ഇതെല്ലാം തന്നെ ഇത്ര വലിയ കാര്യമാണോ, ഇത്ര വലിയ ബോക്സ് ഓഫീസ് നേട്ടമാണോ ഭീഷ്മയുടെ കളക്ഷൻ മറികടക്കുന്നത്? സാധാരണ ഒരു സിനിമയെ മറികടക്കുന്നത് പോലെയല്ലേ നോക്കി ചോദിക്കാതെ ഇരിക്കാം. ഇക്കാര്യത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്, ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടനെ നോക്കി പറയുമ്പോൾ ആ നടന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു 2-3 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് മറ്റാരും തന്നെ മറികടക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യേണ്ട ഒരു കളക്ഷനാണ്. പക്ഷേ ഇവിടെ ഭീഷ്മപർവത്തിന്റെ കളക്ഷൻ വെറും 1.25 വർഷത്തിനുള്ളിൽ തന്നെ 2018 നേരത്തെ മറികടക്കുകയുണ്ടായി. തുടർന്ന് ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് മറികടക്കുന്നു. അടുത്ത ദിവസങ്ങളിലെ പ്രേമലവും മറികടക്കുകയാണ്. അപ്പോൾ ഭീഷ്മയുടെ കളക്ഷൻ ഇങ്ങനെ നിസ്സാരമായിട്ട് നമ്മുടെ പിള്ളേരെല്ലാം തന്നെ മറികടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് 50 കോടി നേട്ടം, ഒപ്പം തന്നെ ഈ പറഞ്ഞ 80 കോടി നേട്ടമൊന്നും തന്നെ ഒരിക്കലും ഒരു പൊട്ടൻഷ്യൽ അളക്കുന്ന ഒരു കളക്ഷൻ അല്ല എന്നാണ്. ഇനി മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് 100 കോടിയെല്ലാം തന്നെ നിസ്സാരമായി നേടിയെടുക്കാവുന്ന ഒന്നായിട്ട് മാറുമെന്നാണ് ഈ ഒരു പ്രകടനത്തിൽ നിന്ന്, സമീപകാലത്തെ സിനിമകളുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും മമ്മൂട്ടി ആരാധകർക്ക് കേട്ടപ്പോൾ ഒരുപക്ഷെ നിരാശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പക്ഷേ നാളെ മമ്മൂട്ടിക്കും നല്ല കാലം വരും, അതും ബോക്സ് ഓഫീസിന്റെ പേരിൽ നല്ല കാലം വരുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ടർബോയിലൂടെ ഉടനെ തന്നെ അത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കാം. അങ്ങനെ മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി സിനിമയായിട്ട് ടർബോ എന്ന സിനിമ മാറിയിരിക്കുന്നു എന്ന് ഭാവിയിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ കേൾക്കുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ വീഡിയോകൾ കേട്ടും കാത്തിരിക്കൂ.